അസ്സലാമലൈക്കും. ഇത് നമുക്കേ ഒരു മാക്സി ഡ്രസ്സ് കട്ട് ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം. മാക്സി ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇടാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനെടുത്തിട്ടുള്ള മെറ്റീരിയലാണിത്. അത് മാച്ചിങ് ആയിട്ടൊരു മെറ്റീരിയൽ എടുത്താണ്. പൈപ്പിങ്ങോ വല്ലതും വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാലോ എന്ന് കരുതിയിട്ടാണ് ഈ മെറ്റീരിയൽ എടുത്തത് കേട്ടോ. ഇത് ലൈനിങ് ആണ്, കോട്ടൺ ലൈനിങ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിടാനായതുകൊണ്ടാണ് ഞാൻ കോട്ടൺ എടുത്തത്. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇടാനാണെങ്കിൽ ക്രേപ്പ് ലൈനിങ് എടുക്കാം കേട്ടോ. അപ്പോൾ അതായത് എങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ കറക്റ്റായിട്ട് ഞാനൊരു പേപ്പറിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു ഫുൾ കൈയൊക്കെ തയ്ക്കണമെങ്കിൽ ഒരു 3.5 മീറ്റർ മെറ്റീരിയൽ എടുക്കുക കേട്ടോ. ആദ്യം ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലേറ്റ്സ് ഒന്നും ഇടാണ്ട് ഒരു ലൈനായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ ഇതാ നോക്കി ഇതുപോലെ നീളത്തിലെടുക്കാം. നമ്മുടെ ആവശ്യത്തിലുള്ള തുണി എടുത്തതിന് ശേഷം അതിലെങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ എത്രയാണെന്ന് നോക്കുക, അത് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 15 ഇഞ്ച് ഷോൾഡർ ആണെങ്കിൽ 7.5 ആണല്ലോ ഷോൾഡറിൻ്റെ പകുതി. പക്ഷേ നെക്ക് ഡീപ്പ് ആവണം. ബാക്കിൽ ഒരു 3.5 ഇഞ്ച് നെക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അതായത് ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്യുക. ഇനിയിപ്പോൾ കൈക്കുഴി മാർക്ക് ചെയ്യണത് സെയിം 7.5 തന്നെ കൊടുക്കുക. മോൾ ഭാഗത്ത് കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. ടേപ്പ് വെക്കണം ശ്രദ്ധിക്കുക. എന്നിട്ട് 7.5 ഇഞ്ച് കൈ മാർക്ക് ചെയ്യുക. ഓക്കെ, കൈക്കുഴി കേട്ടോ. കൈക്കുഴി 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡർ 7 ഇഞ്ചും കൈക്കുഴി 7.5 മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ആം ഹോള് നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക. ചെസ്റ്റ് അളവ് ഇപ്പം ഞാൻ ചെയ്യണത് 11, അതായത് 44 ഇഞ്ച് സൈസിലാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ 11 ഇഞ്ചിലാണ് ഞാൻ ചെസ്റ്റ് അളവ് കൊടുക്കുന്നത്. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ആം ഹോൾ കേവിൽ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് ആം ഹോൾ ഇങ്ങനെ കേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാണ്. നിങ്ങൾ തുണിയിൽ വെട്ടി നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പേപ്പറിൽ വരച്ച് കാണിച്ചു തന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഹാഫ് ലെങ്ത് ആണ്. മുകളിൽ ടേപ്പ് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. ഹാഫ് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക. ഇനി ചെസ്റ്റിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്യാം. ഇതൊക്കെ നമുക്ക് സൈസ് അളവിൽ ചെയ്യാണ് കേട്ടോ. 44 ഇഞ്ച് സൈസിലാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഇനിതാ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഹിപ്പിൻ്റെ അളവൊന്നും വേണ്ട, താഴേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് പോവാം കേട്ടോ. ഞാൻ തെളിയണ ഒരു പെണ്ണെടുക്കട്ടെ. അതായത് ഇതുപോലെ താഴേക്ക് ഡയറക്റ്റ് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ 44 ഇഞ്ച് വീതി ഉണ്ടാവും. മെറ്റീരിയൽ നമ്മൾ മാക്സി ഡ്രസ്സിനുള്ള മെറ്റീരിയൽ നോർമൽ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്, നൈറ്റി ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് തന്നെ താഴേക്ക് നമുക്ക് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് അപ്പോൾ ബാക്ക് പീസ് വെട്ടണ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തുണിയിൽ കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതാ മെറ്റീരിയൽ ഞാൻ 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. കുറച്ച് സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രൈപ്പ് ഇതുപോലത്തെ മെറ്റീരിയലാണ് ക്രൈപ്പ് ഇടാം. ഞാനിപ്പോൾ കോട്ടൺ ഇട്ടോന്ന് മാത്രമേ ഉള്ളൂ. ലൈനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിടാനൊക്കെ ഈ ക്രൈപ്പ് ലൈനിങ് കുറച്ച് ചൂടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ മെറ്റീരിയലിന് ഇത്തിരി വീതി കൂടുതലും ലൈനിങ്ങിന് ഇത്തിരി വീതി കുറവാണ്. നമുക്ക് എത്ര ഇഞ്ചാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനേക്കാളും 2 ഇഞ്ച് കൂടുതലായിട്ട്. അപ്പോൾ എനിക്ക് 54 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. ഇത് ഞാൻ 56 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഇവിടെ മോൾ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോൾഡർ എത്രയാണോ ഷോൾഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബോട്ടനൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും 1/2 ഇഞ്ച് മൈനസ് ചെയ്യേണ്ട കേട്ടോ. എത്രയാണ് നമ്മൾ അളന്നതെന്ന് വെച്ചാൽ അത് തന്നെ എടുക്കാം. ഇനി അടുത്തത് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യണം. കൈക്കുഴി 7.5 തന്നെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആം കർവ് വരച്ചിട്ടുണ്ട്. അതായത് ആം ഹോൾ വരക്കാനുള്ള ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് 11 മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഹാഫ് ലെങ്ത് എത്രയാണെന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ നിന്ന് നോക്കാം, അളന്നിട്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്തതിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട്, അതായത് ചെസ്റ്റ് അളവ് നമ്മൾ 11 കൊടുത്തത്, വേസ്റ്റ് അളവ് നമുക്ക് 10 ഇഞ്ച് കൊടുക്കാം. ഓക്കെ, അവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹിപ്പിൻ്റെ അളവൊന്നും വേണ്ട, നേരെ ഡയറക്റ്റ് താഴേക്ക് 44 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ട, അറ്റ വരെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് കുറച്ചൊരു ലൈനിങ് ഇല്ലാത്ത ഭാഗം വരണുണ്ടോ, അവിടെ നമുക്കൊരു ജോയിൻറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് നമുക്ക് മോളിൽ നിന്ന് വെട്ടിയെടുക്കണം. ആ വേസ്റ്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് വെട്ടിയെടുക്കണം വേസ്റ്റ്, അതവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ കട്ടിങ് മാർക്ക്, ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് മാർക്ക്. ഓക്കെ,
കൈക്കുഴിയുടെ ഭാഗത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് 2 ഇഞ്ചാണ് കേട്ടോ. ബാക്ക് സൈഡാണ് 2 ഇഞ്ച് കൊടുക്കണം, ഫ്രണ്ട് സൈഡ് ആകുമ്പോൾ 1/2 ഇഞ്ച് കുഴിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അതാ കണക്ട് ചെയ്തിട്ടുണ്ട്, കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നമ്മൾ പ്ലീറ്റ്സ് ഒന്നും കൊടുക്കണില്ല, പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ബാക്കിലും പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ബാക്കിൽ ഭംഗി ഉണ്ടാവുക. നിങ്ങൾ തയ്ക്കുമ്പോൾ മാക്സി ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്കിൽ പ്ലെയിൻ ആയിട്ട് കൊടുക്കുക, ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ആം ഹോൾ കേവ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷനൊക്കെ നിലവിലുള്ള ഇത് വയ്ക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, അപ്പോൾ അത് ലെങ്ത്ത് അറ്റ വരെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, സൈഡിൽ കൂടെ കട്ട് ചെയ്തു, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴ്ഭാഗത്ത് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ഭാഗം ഇങ്ങനെ കുറേ ദിവസം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആദ്യമൊന്നും തൂങ്ങി വന്നില്ലെങ്കിലും പിന്നെ സൈഡ് ഭാഗം ഇങ്ങനെ ഹാങ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതുപോലെ മുകളിലേക്ക് കേവ് ചെയ്ത് വരണം കേട്ടോ. 2 ഇഞ്ച് നമുക്ക് കേവ് ചെയ്ത് വന്നാലാണ് അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇതിപ്പോൾ എലൈൻ ചുരിദാർ അല്ലെങ്കിൽ എലൈൻ കുർത്തിയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെട്ടിയ പീസ് എടുത്ത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ലൈനിങ് നമ്മുടെ ബോഡി പാർട്ടിനേലും കുറച്ചൊന്ന് കയറി നിൽക്കണം, ഒരു 2 ഇഞ്ചെങ്കിലും അറ്റ്ലീസ്റ്റ് കയറി നിൽക്കണം, അല്ലെങ്കിൽ ലൈനിങ്ങും ഹാങ് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ വെട്ട് കഷ്ണം ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് ആ ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെ ബാക്ക് പീസ് വെട്ടണത്, എങ്ങനെ ലൈനിങ് വെട്ടണത്, ലൈനിങ്ങിന് ജോയിൻ്റ് ഇടണത് എന്നൊക്കെ മനസ്സിലായില്ലേ? ഇനി വേണ്ടത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് ഞാനൊന്ന് പേപ്പറിൽ കാണിച്ചതിന് ശേഷം തുണിയിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഈ തുണിയിൽ വെട്ടാനൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പേപ്പറിലൊന്ന് കട്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ തുണിയിൽ വെട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ പേപ്പർ ഇത്തിരി നാശമായാലും കുഴപ്പമില്ലല്ലോ, തുണി നാശാക്കി കളയരുത്. ഇനിയിപ്പോൾ ഫ്രണ്ട് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് പേപ്പറിൽ കാണിച്ചു തരാം. നേരത്തെ വരച്ചതുപോലെ തന്നെ ഷോൾഡർ നമുക്ക് വരക്കാം. ടേപ്പ് വെച്ചല്ല, നമ്മൾ സ്കെയിൽ വെച്ചല്ലേ വരച്ചത്. അപ്പോൾ സ്കെയിൽ വെച്ച് തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ സ്കെയിൽ വെച്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട്, ആം ഹോളും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തു, ചെസ്റ്റ് അളവും വേസ്റ്റ് അളവും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമലി ചെയ്ത പോലെ തന്നെ, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതിലും മാർക്ക് ചെയ്യണത്. ആം കർവും മാർക്ക് ചെയ്തിട്ടുണ്ട്, നേരത്തെ പോലെ തന്നെ അതും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മാറ്റിയതുപോലെ തന്നെ ഇനി നമ്മുടെ കൈക്കുഴി എത്ര ഇഞ്ചാണോ നമ്മൾ മാർക്ക് ചെയ്തത് അതിനേക്കാളും ഒരു 2 ഇഞ്ച് ഇറക്കിയിട്ട് ബോഡി പാർട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. അതായത് ഈ കൈക്കുഴി എത്രത്തോളം വന്നു എന്ന് വെച്ചാൽ അതിനേക്കാൾ ഇപ്പോൾ 7 ഇഞ്ചാണ് വന്നേക്കണമെങ്കിൽ 9 ഇഞ്ച്, 7.5 വന്നേക്കണമെങ്കിൽ 9.5 ഇഞ്ച് കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിലിടാനായതുകൊണ്ട് നൈറ്റി മോഡൽ മാക്സി ഡ്രസ്സാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് വേറെ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ബോഡി പാർട്ട് കുറച്ചും കൂടി ഇറക്കിയിട്ട് സ്ക്വയറായിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മോഡൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ള മോഡൽ ഞാൻ ചെയ്തു എന്ന് മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലായല്ലോ. ആ രീതിയിൽ ഞാൻ ലൈനിങ്ങിലും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിലേക്ക് വരച്ച് ഇത് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ കേവ് ഉണ്ടല്ലോ, നമ്മുടെ അറ്റത്തേക്ക് കൊടുത്തിട്ടില്ല, നമ്മുടെ കൈക്കുഴിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, കൈക്കുഴിയിലേക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം നമുക്കൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാം. യോക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഈ മോഡൽ വേണ്ടെങ്കിൽ വേറെ ഏത് മോഡൽ വേണമെങ്കിലും ഫ്രണ്ടിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു മോഡൽ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മോഡൽ തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി കൈക്കുഴി ഇനിയൊരു 2 ഇഞ്ചും കൂടെ വരാനുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ മനസ്സിലായല്ലോ. 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ വരാനുണ്ട്, 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ വരാനുണ്ട്. അപ്പം തുണിയിൽ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് എടുക്കാം. നല്ല പീസ് എടുക്കുമ്പോൾ, സ്കേർട്ട് പാർട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ അതെങ്ങനെ എടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. നല്ല പീസും ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നല്ല പീസ് ഇപ്പോൾ ലൈനിങ് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. തുണി രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിലേക്കുള്ള മെറ്റീരിയൽ രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഈ സൈഡിലേക്ക് ചേർത്ത് വെക്കുക. ഈ സൈഡിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവിടെ നമുക്ക് ആ തയ്യൽ തുമ്പുണ്ടല്ലോ, നമ്മൾ നേരത്തെ വെട്ടിയപ്പോൾ പറഞ്ഞില്ലേ തയ്യൽ തുമ്പ് കുറച്ച് 1.5 ഇഞ്ച് മാറി നിൽക്കുന്നുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെന്ന്. അത് നമ്മുടെ ഈ മെറ്റീരിയലിൽ വരണം. ഓക്കെ, എന്നാലാണ് അത് ഭംഗിയായി നിൽക്കുകയുള്ളൂ. അപ്പോൾ 1.5 ഇഞ്ചാണ് നമുക്കിവിടെ തയ്യൽ തുമ്പ് വേണ്ടത്. പക്ഷേ നമ്മളവിടെ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ ഒരു 3 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അപ്പുറത്തേക്ക് നീക്കി വെട്ടാനായിട്ടോ. അപ്പം നമുക്ക് 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വേണ്ടത്. പക്ഷെ നമുക്ക് ഒരു 3 ഇഞ്ച് കൊടുക്കണം. അപ്പുറത്തെ ഭാഗത്ത് കിടക്കണ ആ പീസ് ഉണ്ടല്ലോ ഈ ഭാഗത്ത്, അത് നമുക്ക് ഞൊറിവിട്ട് പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒന്നിലും മടക്കി വെക്കാം, അല്ലെങ്കിൽ നമുക്കവിടെ നമുക്കറിയാമല്ലോ അതവിടെ ഞൊറിവിനുള്ളതാണെന്ന്. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് ചേർത്ത് വെക്കരുത്. ഞൊറിവിനുള്ള ഭാഗം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് വെട്ടിയതിന് ശേഷം നമുക്കത് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്പേസ് നമുക്കിവിടെ 1.5 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ നമുക്കൊരു 3 ഇഞ്ച് അവിടെ ഡിസ്റ്റൻസ് കൊടുക്കണം. ഈ ഭാഗം 3 ഇഞ്ച് കൊടുക്കണം കേട്ടോ. അതായത് നമുക്ക് എത്രയാണോ വേണ്ടത്, തയ്യൽ തുമ്പ് 1.5 എല്ലാവർക്കും 1.5 തന്നെ ആയിരിക്കും തയ്യൽ തുമ്പ് വേണ്ടത്. അവിടെ നമ്മൾ 3 ഇഞ്ച് കൊടുക്കുക. അതാ കറക്റ്റായിട്ട് 3 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഈ ഭാഗത്താണ് നമ്മൾ കൈക്കുഴി കുറച്ചുകൂടെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മുടെ ബാക്ക് പീസ് ഉണ്ടല്ലോ കറക്റ്റായിട്ട് വെക്കുക, തെന്നി പോവരുത്. ഇപ്പോൾ ഞാൻ ടേപ്പ് എടുത്തപ്പോൾ ഒന്ന് തെന്നി, അത് കറക്റ്റാക്കി വെച്ചതാണ്. അപ്പോൾ എൻ്റെയൊക്കെ വന്ന് നിൽക്കണം കേട്ടോ. ഇനി അത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം കേട്ടോ. വെട്ടുമ്പോൾ നിങ്ങളൊന്നുകൂടെ നല്ലോണം ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കുക. ഇനി നമ്മുടെ ബാക്ക് പീസ് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ലൈനിങ് ഇതാ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 പീസും ഇതുപോലെ ഞൊറിവിട്ടാണ് വേണ്ടെങ്കിൽ അപ്പോൾ മാക്സി ഡ്രസ്സിൻ്റെ ഭംഗി കിട്ടൂല, നൈറ്റി പോലെ ആയിപ്പോവും. ഇതേ മോഡൽ വരണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അത് കണ്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം നമുക്ക് ചുരുക്കിടാനുള്ളതാണ്. ജസ്റ്റ് മാർക്ക് ചെയ്യുക എന്ന് വേണമെങ്കിലും ചെയ്യാം, മാർക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതവിടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഇപ്പോൾ ഈ മാർക്കിങ് വന്നേക്കണം കേട്ടോ. അതുകൂടാതെ ഇതാ അപ്പുറത്തേക്കുള്ളത് മാർക്കിങ് നമുക്ക് ഈ ഒരു യോക്ക് പാട്ടിൻ്റെ അളവിൽ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഈ ഒരളവിൽ നമുക്ക് നേരെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് എടുക്കുമ്പോഴും ഈ ഒരളവിൽ തന്നെ, അതായത് ഈ കട്ട് ചെയ്ത അളവിൽ തന്നെ നമുക്ക് ലൈനിങ്ങും എടുത്തേക്കണേ. അപ്പോൾ ലൈനിങ് എടുക്കേണ്ടാത്ത മെറ്റീരിയലാണ്, റയോൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈനിങ് ഇല്ലാതെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് ലൈനിങ് ഉള്ള മെറ്റീരിയലാണ്. ഓക്കെ, ഇനിതാ ഇവിടെ ഇങ്ങനെ കൈക്കുഴി ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് ഫ്രണ്ട് പീസിലും വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫ്രണ്ട് പീസിൽ കുറച്ച് തുണി കൂടുതലായിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കുറച്ച് പ്ലേറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കൈയാണ് റെഡിയാക്കേണ്ടത്. അത് ഇത്രയും മെറ്റീരിയൽ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളതിനെ രണ്ടാക്കി മടക്കി 2 കൈ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ സ്ലീവ് മതി, ഇത് മതി. പക്ഷെ കുറച്ചുകൂടെ ലെങ്ത്തിൽ വേണം, കുറച്ചുകൂടെ പാറ്റേൺ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇത് 4 മടക്കിയിട്ടുണ്ട്. ഇനി 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ കൈക്കുഴിക്കാണ് കേട്ടോ ഈ 4.5 ഇഞ്ച് ആപ്റ്റ് ആവുക. നിങ്ങളത് ശ്രദ്ധിക്കണം. ഞാൻ ഈ കാണിച്ചു തരുന്ന മെത്തേഡിൽ കൈക്കുഴി കട്ട് ചെയ്യുമ്പോഴാണ് ഈ 4.5 ഇഞ്ച് മൈനസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വരിക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൈയിൻ്റെ ലെങ്ത്ത് നോക്കുക, കൈ വണ്ണം നോക്കുക, അതൊക്കെ മാർക്ക് ചെയ്തേക്കാം കേട്ടോ. തയ്യൽ തുമ്പടക്കം മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി താഴേക്ക് നമുക്ക് ഒരു എന്താ പറയുക ബലൂൺ സ്ലീവ് പോലെ വരണം, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നമ്മുടെ ഹാഫ് സ്ലീവ് പോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഒന്ന് ലെവലാക്കുകയാണ് കേട്ടോ. അവിടെ ഏറ്റക്കുറച്ചിലുണ്ട്, അതൊന്ന് ലെവലാക്കി ഇതാ കൈയിൻ്റെ ആ ഭാഗം നമ്മൾ വെട്ടിയെടുത്തു. ഇനി ഇതാ ആം റൗണ്ടും നമ്മൾ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കൈക്കുഴിക്കാണ് ഈ 4.5 ഇഞ്ച് മൈനസ് ചെയ്തത് കറക്റ്റ് ആവുക. ഞാൻ കറക്റ്റായിട്ട് കൈക്കുഴി പറയുന്നത് ഷോൾഡറിൻ്റെ പകുതിയാണ് കൈക്കുഴി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഫ്രണ്ട് കൈക്കുഴി നമുക്ക് ലാസ്റ്റ് വെട്ടാം കേട്ടോ. ഇതാ നമ്മൾ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ളൊരു സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങനെ ഞൊറിവൊക്കെ വന്നിട്ട് ഉള്ള സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗത്ത് എലാസ്റ്റിക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇത് മടക്കി ഇടണുണ്ട്. 2 പീസ് വേണം, 2 കൈക്ക് 2 പീസ് വേണമല്ലോ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് മുറിച്ചിട്ട 2 പീസ് നമുക്ക് സൈഡിൽ നിന്ന് വെട്ടിയിട്ട പീസാണ്, അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈക്ക് നീളം തികഞ്ഞില്ലെങ്കിൽ ഇതേപോലെയൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ.
കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇപ്പുറത്തേക്ക് ഞാൻ തിരിച്ചിട്ടു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ എളുപ്പമുണ്ടല്ലോ, തേര് ഭാഗം ആയതുകൊണ്ട്. അതിന് വേണ്ടിയാണ് അങ്ങനെ മടക്കിയിട്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ലെവലാക്കി കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം വേണം, ഒരു 5 or 6 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൈ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ നമ്പർ ശ്രദ്ധിച്ചല്ലോ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ്. 1-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ബേസിക് ക്ലാസ്. ഇപ്പോൾ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. ബേസിക് എന്ന് പറയുമ്പോൾ നിങ്ങളത് ബേസിക് മാത്രമാണെന്ന് കരുതണ്ട. പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ പഠിപ്പിച്ച് തരും. 2 മാസം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. 2 മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ. ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. 1-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 2 മാസത്തെ കോഴ്സാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ കോൾ ചെയ്യാൻ മറന്നു പോകരുത്. കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിസ്റ്റ് വെച്ചേക്കാം, പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ. ഓക്കെ, താങ്ക്